നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു ബെഞ്ചാര ഈറ്റർ ക്ലബ്. നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും എന്നാൽ പലർക്കും അത്ര ധാരണയില്ലാത്തതുമായ ഒരു വിഷയമാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ്. നമ്മുടെ നാട്ടിലെ ഓരോ വീട്ടിലും ഒരാൾക്കെങ്കിലും പ്രമേഹം കണ്ടുവരാറുണ്ട്. പ്രമേഹം വന്നു കഴിഞ്ഞാൽ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. എന്നാൽ ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുകൾ നേടുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കൂടെ കൂട്ടാൻ കഴിയും, നിയന്ത്രിക്കാൻ കഴിയും. എന്താണ് പ്രമേഹം? ഇത് എങ്ങനെ വരുന്നു? ജീവിതശൈലിയിലൂടെയും ഭക്ഷണ രീതിയിലൂടെയും നമുക്കിതിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളുടെയെങ്കിലും ജീവിതം മാറ്റിയെടുക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചേക്കാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കണ്ടന്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു അവർ ചാനൽ. ഒന്നാമതായിട്ട് എന്താണ് പ്രമേഹം? ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പഞ്ചസാരയെ അഥവാ ഗ്ലൂക്കോസിനെ ഊർജ്ജമാക്കി മാറ്റാൻ ശരീരത്തിന് പറ്റാത്ത അവസ്ഥയെയാണ് നമ്മൾ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഈ പ്രക്രിയ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഒരു വീടാണെന്ന് സങ്കല്പിക്കുക. ആ വീട് തുറന്ന് ഗ്ലൂക്കോസിന് അകത്ത് കയറാനുള്ള താക്കോലാണ് ഈ ഇൻസുലിൻ. ഒന്നെങ്കിൽ ഈ താക്കോല് ഇല്ലാതാകുന്നു, ഇതിനെയാണ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ താക്കോല് തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും, ഇതിനെ നമ്മൾ ടൈപ്പ് 2 എന്ന് പറയും. ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നു, നമുക്ക് ശരീരത്തിന് ആവശ്യമായ പഞ്ചസാര ലഭിക്കാതെ വരുന്നു. ഇനി നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങളും കാരണങ്ങളും എന്താണെന്ന് നോക്കാം. പലപ്പോഴും പ്രമേഹം നമ്മളെ പിടിപെടുന്നത് വളരെ നിശബ്ദമായാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് അമിതമായ ദാഹം ഉണ്ടാവും. അതുപോലെ നമുക്ക് പെട്ടെന്ന് തടി കുറയുക. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ട് ഒരുപാട് സമയം എടുക്കുക. പിന്നെ നമുക്ക് വല്ലാണ്ട് തളർച്ച അനുഭവപ്പെടുക, കൂടെ മൂത്രം ഒഴിക്കാൻ തോന്നുക, പ്രത്യേകിച്ചും രാത്രിയിൽ. ഇനി പാരമ്പര്യവും ഒരു ഘടകമാണ്. എന്നിരുന്നാലും നമ്മുടെ തെറ്റായ ഭക്ഷണ രീതിയും വ്യായാമമില്ലാത്ത ശരീരവുമാണ് ഇന്നത്തെ പ്രധാന വില്ലൻ. അമിതവണ്ണവും മാനസിക സമ്മർദ്ദവും ഇതിനാക്കം കൂട്ടുന്നു. ഇനി നമുക്ക് ഭക്ഷണക്രമത്തെക്കുറിച്ച് ചിന്തിക്കാം. എന്ത് കഴിക്കണം, എന്ത് ഒഴിവാക്കണം? പ്രമേഹമുള്ളവർ പട്ടിണി കിടക്കണമെന്നല്ല, മറിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശ്രദ്ധിച്ച് കഴിക്കുക. ഒന്നാമതായിട്ട് നമുക്ക് ഒഴിവാക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണെന്ന് നോക്കാം. 1 പഞ്ചസാര, 2 മൈദ, പിന്നെ വൈറ്റ് റൈസ്, കോളകൾ, മധുര പലഹാരങ്ങൾ. ഇനി നമുക്ക് ഇവയൊക്കെ ഒഴിവാക്കേണ്ട കാരണം എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ചിന്തിച്ച പഞ്ചസാര, മൈദ, വൈറ്റ് റൈസ് ഇവയെല്ലാം സിമ്പിൾ കാർബോഹൈഡ്രേറ്റുകളാണ്. അതുകൊണ്ട് ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ദഹിക്കുകയും പെട്ടെന്ന് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുകയും അത് രക്തത്തിൽ അലിയുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ബ്ലഡ് ഷുഗറിൽ പെട്ടെന്ന് തന്നെ ഒരു വർധന ഉണ്ടാകാനായിട്ട് കാരണമാകും. ഇനി രണ്ടാമത്തെ കാരണം ലാക്ക് ഓഫ് ഫൈബർ ആണ്. നമ്മളിപ്പോൾ ഈ ചിന്തിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിലെല്ലാം നാരുകളുടെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ദഹിക്കും. നാരുകളുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ പഞ്ചസാര രക്തത്തിലേക്ക് പതുക്കെ കലരുകയുള്ളൂ. ഇനി മധുര പലഹാരങ്ങളുടെയും കോളകളുടെയും കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് കൈകാര്യം ചെയ്യാൻ ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നു. കാലക്രമേണ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിനോട് പ്രതികരിക്കാതെയാവും. ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇത് പ്രമേഹം വഷളാക്കാൻ കാരണമാകുന്നു. ഇനി നമുക്ക് നമ്മുടെ ഡയറ്റിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് നോക്കാം. തവിടുള്ള അരി, ഗോതമ്പ്, ഓട്സ്, ചെറുപയർ, വൻപയർ തുടങ്ങിയ ധാന്യങ്ങൾ. ഇനി പച്ചക്കറികൾ ധാരാളം കഴിക്കുക. പാവയ്ക്ക, വെണ്ടയ്ക്ക, ചീര എന്നിവ ഇൻസുലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇനി ഫ്രൂട്ട്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മധുരം കുറഞ്ഞ ആപ്പിള്, പപ്പായ, പേരയ്ക്ക എന്നിവ മിതമായ അളവിൽ കഴിക്കാം. എന്നാൽ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിന് പകരം പഴമായി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ഇനി ജ്യൂസ് അടിച്ച് കുടിച്ചാലും അതിൽ പഞ്ചസാര ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. വ്യായാമവും ജീവിതശൈലിയും. മരുന്നിനോളം തന്നെ പ്രാധാന്യമുണ്ട് വ്യായാമത്തിനും. ദിവസവും കുറഞ്ഞത് ഒരു 30 മിനിറ്റെങ്കിലും കാർഡിയോ ചെയ്യുന്നത്, വേഗത്തിൽ നടക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ പേശികൾ പ്രവർത്തിപ്പിക്കുമ്പോൾ അവ രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസ് നേരിട്ട് ഉപയോഗിക്കുന്നു. കൂടാതെ കൃത്യമായ ഉറക്കവും വളരെ പ്രധാനമാണ്. രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്നത് ഹോർമോൺ ബാലൻസ് ചെയ്യാനായിട്ടും നിലനിർത്താനായിട്ടും സഹായിക്കും. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു റിക്കവറി സാധ്യമാണോ? ഒരു രോഗമുക്തി നമുക്ക് ലഭിക്കുമോ എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. ടൈപ്പ് 2 പ്രമേഹത്തെ നമുക്ക് റീമിഷൻ എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതായത് മരുന്നില്ലാതെ തന്നെ രക്തത്തിലെ പഞ്ചസാരയെ നോർമലാക്കി നിലനിർത്തുക. ഇതിന് കഠിനമായ വ്യായാമവും ഒരു കൃത്യമായ ഭക്ഷണക്രമവും ആവശ്യമാണ്. എന്നിരുന്നാലും സ്വയം ഭക്ഷണം നിയന്ത്രിക്കുന്നുണ്ട്, വ്യായാമം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മരുന്നുകൾ നിർത്തരുത്. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തുക. ഡയബറ്റീസ് ഒരു പണിഷ്മെന്റ് അല്ല, മറിച്ച് നമുക്ക് നമ്മുടെ ശരീരം തരുന്ന ഒരു മെസ്സേജാണ്. നമ്മുടെ ജീവിതശൈലി മാറ്റാൻ സമയമായി എന്ന മെസ്സേജ്. കൃത്യമായ ചെക്കപ്പുകൾ നടത്തുക, ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിലേക്കും ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാനായിട്ട് മടിക്കേണ്ട. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ സൈനിങ് ഔട്ട്.